തെരുവുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക്, അവഗണനയിൽ നിന്ന് അംഗീകാരത്തിലേക്ക്. മുംബൈയിലെ സ്റ്റീൽ ആശ്രമത്തിലെ 200-ലധികം അന്തേവാസികൾ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലേക്ക് സ്വന്തം പേരെഴുതി ചേർത്തു. മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ ദിവസം പൻവേൽ മണ്ഡലത്തിലെത്തി ആത്മവിശ്വാസത്തോടെ വോട്ട് രേഖപ്പെടുത്തി ഇവരെല്ലാം പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നത്. ഒരിക്കൽ മുംബൈയിലെ തെരുവുകളിൽ ആരും തിരിഞ്ഞു നോക്കാതെ കഴിയേണ്ടി വന്ന ജീവിതങ്ങൾ. ഇന്ന് അടയാളവും അംഗീകാരവും സ്വാഭിമാനം നേടിയ പൗരന്മാരെ പോളിംഗ് ബൂത്തിലെ ക്യൂവിൽ. പലർക്കും വോട്ടവകാശം ഒരു സാധാരണ കാര്യമായിരിക്കും. എന്നാൽ ഇവർക്കത് ജീവിതത്തിലെ ചരിത്ര നിമിഷമാണ്. സ്റ്റീൽ ആശ്രമത്തിന്റെ രക്ഷയും പുനരധിവാസവും അവർക്ക് നൽകിയത് ഒരു ജീവിതം മാത്രമല്ല, ഒരു തിരിച്ചറിയലാണ്. വോട്ട് ചെയ്യുമ്പോൾ പലർക്കും കണ്ണുകളിൽ ആത്മവിശ്വാസത്തിന്റെ നിറവായിരുന്നു. വോട്ട് ചെയ്യാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമാണെന്നായിരുന്നു പലരുടെയും പ്രതികരണം. സ്റ്റീൽ ആശ്രമത്തിന്റെ സ്ഥാപകൻ പാസ്റ്റർ KM ഫിലിപ്പ് പറയുന്നത് ഇങ്ങനെ: തെരുവിൽ വീണ് കിടക്കുന്നവരെ രക്ഷിച്ച് ഭവനത്തിൽ കൈക്കൊണ്ടു, മരിച്ചു പോകുമെന്ന് കരുതിയവർ സൗഖ്യത്തിലേക്ക് നടന്നു. ഇന്നവർ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പങ്കാളികളായി തീർന്നു. ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് കരുതിയവർ ഈ രാജ്യത്തിന്റെ ഭാവി പകതയെ നിർണ്ണയിക്കുന്നതിൽ പങ്കാളിത്തം വഹിക്കും. വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം കാണിച്ചെന്ന പരാതികൾക്കിടയിൽ ഇത്തരം കാഴ്ചകൾ ജനാധിപത്യത്തിന്റെ നിശബ്ദ വിപ്ലവമാണ്. സമൂഹത്തിന്റെ അവസാന നിരയിലുള്ളവരും ജനാധിപത്യത്തിന്റെ മധ്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് യഥാർത്ഥ രാഷ്ട്രനിർമ്മാണം ആരംഭിക്കുന്നത്.